ഹലോ നമസ്കാരം, സ്പോർട്സ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ ഒരു ISL സീസണിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായിരിക്കുകയാണ്. ഒഡീഷയ്ക്കെതിരെ 1-2 ഗോൾക്ക് പരാജയപ്പെട്ടാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്താവുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ദിമി ഇന്നത്തെ സ്കോഡിൽ ഉണ്ടായിരുന്നില്ല. കൂടാതെ ലൂണ ബെഞ്ചിലുമായിരുന്നു. സ്ട്രൈക്കർമാരായിട്ട് ഫെഡോറും ഐമനുമാണ് ഇറങ്ങിയത്. ഹൊർമി, ലെസ്കോ, സന്ദീപ്, മിലോസ് എന്നിവരായിരുന്നു ഡിഫൻസിലുണ്ടായിരുന്നത്. ഡിഫൻസിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്യാവശ്യം മികച്ച പ്രകടനം തന്നെയാണ് ഡിഫൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പല നിർണായക ഘട്ടത്തിലും ഒഡീഷയുടെ മുന്നേറ്റങ്ങൾ ഡിഫൻസിലെ ഓരോരുത്തരും കൂടാതെ ലാറ ശർമ്മയുമാണ് തടയുന്നുണ്ടായിരുന്നത്. മിലോസ് ആയാലും ലെസ്കോവിച്ച് ആയാലും ഇവിടെയൊക്കെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. കൂടാതെ സന്ദീപ്, ഫ്രെഡി എന്നിവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും എടുത്തു പറയുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ ഡീസൻ്റ് ആയൊരു പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. പൊസിഷൻ കൂടുതലും ഒഡീഷയുടെ ഭാഗത്തുനിന്നായിരുന്നു. ഒഡീഷ ഓഫ് സൈഡിലൂടെ ഒരു ഗോൾ സ്കോർ ചെയ്തെങ്കിലും ആദ്യം അത് അനുവദിച്ചു. പിന്നീട് അത് ഓഫ് സൈഡ് ആയിട്ട് തന്നെ റഫറി അംഗീകരിക്കുകയായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഗോൾ എന്ന് ഉറപ്പിച്ച ഒരുപാട് ചാൻസുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മിസ്സാക്കിയത്. ഫെഡോറിനൊക്കെ ഒരുപാട് ചാൻസുകൾ കിട്ടി. അങ്ങനെ 67-ാം മിനിറ്റിൽ ഫെഡോർ സെറിച്ച് ഗോൾ നേടുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെല്ലാം വളരെ സന്തോഷത്തിലായിട്ടാണ് ആ ഒരു ഗോൾ നേടിയത്. മലയാളി താരമായുള്ള വിപിൻ്റെ പ്രിയസ്റ്റ് ആയിരുന്നു അത്. വിപിൻ ഐമന് പാസ് നൽകുന്നു. മറ്റൊരു മലയാളി താരമായിട്ടുള്ള ലക്ഷദ്വീപുകാരൻ മുഹമ്മദ് ഐമനാണ് ഫെഡോറിന് ആ ഒരു അസിസ്റ്റ് നൽകുന്നത്. അങ്ങനെ ഫെഡോർ ഗോൾ നേടുകയാണ് 67-ാം മിനിറ്റിൽ. പിന്നീടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു. ഡിഫൻസൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് കളിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന ലാറ ശർമ്മക്ക് പരിക്ക് പറ്റുകയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒരു ചെറിയ നിരാശയായിരുന്നു. കാരണം ലാറ മികച്ച പ്രകടനമാണ് ഇതുവരെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പകരം കരഞ്ഞിട്ട് വരികയാണ്. പിന്നീട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മജീഷ്യനായിട്ടുള്ള അഡ്രിയാൻ ലൂണ 81-ാം മിനിറ്റിൽ വരികയാണ്. ഗോൾ സ്കോറായിട്ടുള്ള ഫെഡോറിന് പകരമാണ് ലൂണ വരുന്നത്. പിന്നീട് 85-ാം മിനിറ്റിൽ ഒഡീഷ ഗോൾ അടിക്കുകയാണ്. ഡീഗോ മോറീഷിയാണ് ഗോൾ നേടുന്നത്. അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക്. എക്സ്ട്രാ ടൈമിൻ്റെ ഫസ്റ്റ് ഹാഫിൽ 98-ാം മിനിറ്റിൽ ഒഡീഷ FC വീണ്ടും ഗോൾ നേടുന്നു. 2-1 കടക്കുന്നു. അങ്ങനെ ഈ ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ്. ഇതോടുകൂടി ഈ ഒരു ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായിരിക്കുന്നു.